പറ ഗൈസ്. ഹലോ ഗൈസ്, പറ. ഞങ്ങളിപ്പോൾ യാദൃശ്ചികമായിട്ട് സ്ഥലത്ത് കിട്ടുന്നത് തികച്ചും സാങ്കല്പികമാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് നിരഞ്ജനയും കൂടെ ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞിട്ട് കലൂർ വരെ ഒന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കഥ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണണം, എന്നാലേ ഇതെന്താണ് കഥ എന്ന് മനസ്സിലാവത്തുള്ളൂ. ഞങ്ങൾ രണ്ടുപേരുമാണ് പോകുന്നത്. ടിബറ്റൻ മോമോ എന്ന് പറഞ്ഞൊരു കട തേടിയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ വൈറ്റിലെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുമായിരുന്നു അങ്ങോട്ടായിട്ട്. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. കലൂരിൽ നിന്ന് ജംഗ്ഷനിൽ നിന്ന് അവിടം വരെയായിട്ട് 800 മീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പോകുമായിരുന്നു. ഞങ്ങൾക്ക് തപ്പി അത് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇനി അതിൻ്റെ ഓപ്പോസിറ്റാണ് ആ കട എന്നാണ് പറയണേ. ഓ, യെസ് ബാങ്ക് ആയിരുന്നു ഗൈസ്. ആരിപ്പോയി ഗൈസ്. ഒരു തിക്കുമ്പോഴും ഇല്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ. വട്ടക്കാട്ട് ഈസ്റ്റ് റോഡിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. അതെ, 70 മീറ്റർ ഇനി ഉള്ളൂ എന്ന് പറയണം അങ്ങോട്ടേട്ട് എത്താൻ. ഞങ്ങൾ ആക്സിസ് ബാങ്ക് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. ടിബറ്റൻ മോമോ പറ. ഓപ്പൺ ആയിട്ടില്ല ഗൈസ്. 5 മണിക്കാ ഓപ്പൺ ആവണേന്ന്. ഇനി ഞങ്ങൾ നേരെ മുമ്പിലൊരു കട കണ്ടായിരുന്നു, ദം ബിരിയാണിയുടെ. അവിടെ പോവാണ്. ഇനി അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോവാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ടിബറ്റൻ മോമോ തേടി ഷെസ്വാൻ നൂഡിൽസ് ഒക്കെ തേടി പോയ ഞങ്ങൾ ഇപ്പോൾ അവസാനം നമ്മുടെ മെയിൻ താരമായ നമ്മുടെ ചിക്കൻ ബിരിയാണിയിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങളുടെ സ്ഥലത്തൊന്നും ഇതില്ലാഞ്ഞിട്ടാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞങ്ങൾ കലൂർ വരെ ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഹായ് ഗൈസ്, ഞങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. ബസ് ഇപ്പോൾ വന്നില്ല ഗൈസ്. ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. എങ്ങനെയാണ്ടൊക്കെ ഞാൻ ഇവളോട് പറഞ്ഞാണ് ഹാഫ് മര്യാദയ്ക്ക് 2 മേടിക്കാന്ന്. ഫുള്ള് മേടിക്കേണ്ടെന്ന്. ഇദ്ദേഹത്തിൻ്റെ വിശപ്പ് കാരണം മേടിച്ചു വന്നിട്ട് ഇതുവരെ കഴിച്ച് തീർക്കാൻ പറ്റിയില്ലായിരുന്നു. അവസാനം ഞങ്ങൾ എങ്ങനെയാണ്ടോ ഫുഡ് കഴിച്ച് ഇനി കാണാം.